പഴയ കാലത്തൊക്കെ നമ്മുടെ സമൂഹം അങ്ങനെയായിരുന്നു. ഇന്നും അങ്ങനെയുള്ളവരുണ്ട്. അടുപ്പത്തുള്ള കലത്തിലേക്ക്, കഞ്ഞിച്ചട്ടിയിലേക്ക് ഒരു പിടി അരി ഇടുന്നതിന് മുമ്പ് പള്ളിക്കൊരു പിടി അരി അല്ലേ, അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പള്ളിന്റെ മുക്രിമാർ വരും, പള്ളി കമ്മിറ്റി ഭാരവാഹികൾ വരും. അവർ പള്ളി യാത്ര കണ്ട് സ്നേഹിച്ചു. അല്ലെങ്കിൽ പള്ളിയും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളും നമ്മുടെ ഏറ്റവും വലിയ കാവലാണ്. ഹുസൂനുൽ മുഅ്മിനി സലാസ മസ്ജിദുൻ ഖാല റസൂലുള്ളാഹി. മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷന്, കാവല് ഇതുപോലെയുള്ള സ്ഥാപനങ്ങള്, അള്ളാന്റെ പള്ളികള്. ഇതാണെങ്കിലോ ഇൽമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥാപനമല്ല. ഇൽമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ്. ഇൽമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടായത് സ്വർഗത്തിന്റെ തോപ്പായത്. ഈ ഇരിക്കുന്ന മജ്‌ലിസ്, എന്റെ പ്രഭാഷണം കേൾക്കുന്ന, വയല് കേൾക്കുന്ന പിരിശപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങള്, നിങ്ങളെല്ലാവരും ഈ സമയത്തിരിക്കുന്ന ഈ മജ്‌ലിസ് ഇത് സാധാരണ മജ്‌ലിസ് അല്ല. ഇത് സ്വർഗത്തിന്റെ തോപ്പാണ്. ഇത് സ്വർഗത്തിന്റെ തോപ്പായത് ഇൽമുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. എന്നാൽ ഇതുപോലെയുള്ള ഒരു സ്വർഗത്തിന്റെ തോപ്പ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന മദീന റൗളക്കരികിലുണ്ട്. ഹബീബായ നബി തങ്ങളെ പരിശുദ്ധ റൗളയുടെയും ആ മിമ്പറിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലം, മാബൈന ബൈതി വ മിമ്പരി മാബൈന ഖബ്രി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ റൗളയുടെയും എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള മദീന പള്ളിക്കകത്തുള്ള ആ സ്ഥലം, കുറച്ച് സ്ഥലം, നീണ്ട പരന്നു കിടക്കുന്ന സ്ഥലമല്ല, ഏക്കര കണക്കിന് സ്ഥലമല്ല, കുറച്ച് സ്ഥലം. അത് മദീനയല്ല. ഹിയ റൗളത്തും മിൻ റിയാദിൽ ജന്ന. അത് സ്വർഗത്തിന്റെ തോപ്പാണ്. എന്നാൽ ആ റസൂലുള്ള അതേ തിരുനാവ് കൊണ്ട് അതുപോലെ തന്നെ പറയുന്നു. പിരിശപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, എന്റെ വാല് കേൾക്കുന്ന മുസ്ലിം, ഈ ഈ ഇൽമിന്റെ മജ്‌ലിസ്, ഈ ആത്മീയ മജ്‌ലിസ്, ഈ അല്ലാഹുവിന്റെ ദീൻ പറയുന്ന മജ്‌ലിസ്, ഇത് സ്വർഗത്തിന്റെ തോപ്പാണ്. സത്യം പറയട്ടെ, ഇതും ആ റൗളക്കരികിലുള്ള മദീന പള്ളിക്കകത്തുള്ള ആ സ്ഥലവും ഇത് രണ്ടും സ്വർഗത്തിന്റെ തോപ്പാണെന്ന് മുത്ത് റസൂലുള്ള പറഞ്ഞല്ലോ. അത് സ്വർഗത്തിന്റെ തോപ്പാകാൻ പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തറിയാ, രണ്ടും ഒരു വിഷയത്തിൽ ഒന്നായിരുന്നു. അതായത് ഇൽമു പറയുന്ന സദസ്സ് അല്ലേ. ഇത് സ്വർഗത്തിന്റെ തോപ്പായ എന്താ? ഹൂറുലിങ്ങൾ ഉള്ളത് കൊണ്ടാണോ? ഹൂറുലിങ്ങളെ കാണുന്ന ആണോ? ഇത് ഇൽമു പറയുന്നു. ഇൽമു പറയുക എന്നത് വലിയ കാര്യമാണ്. ഞമ്മ ഏറെ ചെലവാക്കേണ്ടത് പള്ളി കെട്ടാനല്ല, ഞമ്മ ഏറെ ചെലവാക്കേണ്ടതും കൊടുക്കേണ്ടതും ദീന് പഠിപ്പിക്കാനാ. ഇതുപോലെയുള്ള കോളേജ് സ്ഥാപനങ്ങൾക്കാണ്. പള്ളി കെട്ടാൻ വേണ്ടിയിട്ട് കുറെ മിനാരത്തിന് കുമ്പക്കും ചെല്ലും മണ്ണും കല്ലൊന്നും കൊടുക്കണമെന്നൊന്നുമില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പള്ളികൾ ദൂരെ ആണെന്നോ. കാരണം എന്താ, കുറെ നടന്നിട്ട് സ്റ്റെപ്പ് കൂടിയെങ്കിലാണ് ഏറെ കൂലി. നിങ്ങൾ അടുത്തടുത്ത് കെട്ടാൻ വേണ്ടിയിട്ട് ജെല്ല് കൊടുത്തിട്ട് പള്ളി അടുത്താക്കിയെങ്കിൽ പിന്നെ ദൂരം നടക്കുന്ന അങ്ങനെ. ഇപ്പൊ പള്ളി സൗകര്യത്തിന് അവിടെ ആയിക്കോ, പ്രശ്നമൊന്നുമില്ല. എന്നാലും ഞങ്ങൾ കൂടുതൽ ഉയർത്തേണ്ടത്, കൂടുതൽ സ്ഥാപിക്കേണ്ടത്, കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് അള്ളാന്റെ ദീനുമായി ബന്ധപ്പെട്ട്, അവന്റെ ദീനിനുതകുന്ന ഭൗതികവുമായി ബന്ധപ്പെട്ടുള്ള ഇൽമിന്, ദീനിന്റെ ഇൽമ്, ദീനിന്റെ കാര്യങ്ങൾക്ക് ഉതകുന്ന ഭൗതികമായ ഇൽമ്, ദീനിന്റെ ആധാറുകളെ, ഷിആറുകളെ, ഇതുപോലെയുള്ള വലിയ മഹാന്മാര്, സാദാത്യങ്ങള്, അലിമീങ്ങള്, ഇങ്ങനെയുള്ള മഹത്തായ മുബാറക്കായ ബർക്കത്തുള്ള സ്ഥാപനങ്ങള് സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുന്ന ഇൽമ്, അതാണല്ലോ ഇൽമ്. ബഹുമാനമില്ലെങ്കിൽ പിന്നെ ഇൽമില്ല. അവിടെ അമല് കൊണ്ട് കാര്യമില്ല. ഇൽമാണ് കാര്യം, അദബാണ് കാര്യം. അദബാണ് വലിയ കാര്യം, ബഹുമാനമാണ് വലിയ കാര്യം. ഹബീബായ നബി തങ്ങൾ സഹാബികൾക്ക് ആദ്യം പഠിപ്പിച്ചത് തഅല്ലമുൽ അദബ ഖബ്ലൽ ഇൽമി. ആദ്യമതാ നിസ്കാരത്തിന്റെ ഫർളുകളും ഷർത്തുകളും മറ്റു കാര്യങ്ങളും പഠിപ്പിക്കുന്നതിന് മുമ്പ് സഹാബത്തിനെ ആദ്യം പഠിപ്പിച്ചത്, അതല്ലെങ്കിൽ അവർ പഠിച്ചെടുത്തത് അദബായിരുന്നു, മര്യാദയായിരുന്നു, ബഹുമാനമായിരുന്നു. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ഇല്ലാതെ പോയതും അതാ.
ഇന്ന് ബഹുമാനമെന്നൊന്നില്ല. ഇന്ന് തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ കണക്കാ. പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂ ജനറേഷൻ. ഇന്നത്തെ ന്യൂ ബാലക്കാർ പറയലുണ്ട്, ഏത് തങ്ങളാ, എന്ത് തങ്ങ, എന്ത് ആലിമുള, ഏത് കാളി, ബുഡ്ലൗട്ടെ ബോട്ട്ലൈലേ പറയരുതങ്ങനെ. അത് ലോകത്തിന്റെ ശാപമാണ്, അത് നിന്റെ നാശത്തിന്റെ തുടക്കമാണ്. അവിടെ പിന്നെ നിന്റെ ജീവിതത്തിൽ ബർക്കത്തില്ല, നിന്റെ വീട്ടില് ബർക്കത്തില്ല, നീ തൊട്ടതില് ബർക്കത്തില്ല. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, അത് വലിയ കാര്യമാ. ബഹുമാനിക്കപ്പെടേണ്ട ഏറ്റവും വലിയ ദീനിന്റെ ഷിആറുകളാണ് ഇതുപോലെയുള്ളത്. ഇങ്ങനെയുള്ള അലിമീങ്ങള്, പ്രത്യേകിച്ച് സദാത്യങ്ങള്, മുത്തുനബി തങ്ങളുടെ രക്തം സിരകളിലോടുന്ന മഹാന്മാർ, നമ്മുടെ 5 നേരം നിസ്കാരത്തില് പോലും എപ്പോഴും ഓർമ്മിക്കപ്പെടാൻ പറയപ്പെട്ട വിധിക്കപ്പെട്ട മഹത്തുക്കൾ, മഹാത്മാക്കൾ, അവർ അല്ലാഹുവിന്റെ ലോകത്ത് ഏറെ ആദരണീയരാണ്. എന്നാൽ ഇന്നത്തെ ജനറേഷന്, ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണ്ട, തീരെ എന്തു പഠിക്കാത്തവർക്ക് അല്ല, മാത്രമല്ല കുറച്ച് പഠിച്ചവർക്ക് പോലും ഇന്ന് തങ്ങന്മാർ വേണ്ട. കാലാകോലത്തിലേക്ക് എത്തി. എനക്ക് കോട്ടും സൂട്ടും എല്ലാം കിട്ടി, ഓവർ കോട്ട് കിട്ടി, 10 സർട്ടിഫിക്കറ്റ് കിട്ടി, ഞാൻ തന്നെ ആള് ബടാള്. ഒരിക്കലും അത് പാടില്ല. പറയട്ടെ സഹോദരാ, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ റൗളക്കരികിലുള്ള സ്വർഗ്ഗത്തിന്റെ തോപ്പിലും ഇവിടെയുള്ള ഈ തോപ്പിലും ഈ സ്വർഗ്ഗത്തിന്റെ തോപ്പിലും നടക്കുന്ന കാര്യം ഒന്നാണ്. അവിടെ ആ സ്വർഗ്ഗത്തിന്റെ തോപ്പിൽ ഹബീബായ നബി തങ്ങൾ സഹാബത്തിന് ഇൽമു പറഞ്ഞു കൊടുത്തിരുന്നു, ഇൽമു പഠിപ്പിച്ചിരുന്നു. സഹാബത്തുൽ കിറാം നബി തങ്ങളെ കാതോർത്തിരിക്കുമ്പോ, നബി തങ്ങളെ ചുണ്ടിൽ നിന്ന് വരുന്ന ഹദീസുകളെ പഠിച്ചെടുക്കുമ്പോ, ഹബീബായ നബി തങ്ങൾ നടന്നിരുന്ന സ്ഥലമാണ് മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അതുപോലെയുള്ള ഇൽമ ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സ്, ഇൽമ പഠിപ്പിക്കപ്പെടുന്ന മഹത്തായ സ്ഥാപനം, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളും സദസ്സുകളും ഒക്കെ ലോകത്തിന്റെ കാലത്ത് മുന്നേ ഉണ്ട്, ഇന്ന് തുടങ്ങിയതല്ലല്ലോ. എന്നാൽ ലോകത്തിന്റെ മുഖമൂലകളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള സ്ഥാപനങ്ങള്, ഉയർന്നു വന്നിരിക്കുന്ന സ്ഥാപനങ്ങള്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനം തന്നെ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ എത്രയാ? പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജ്, അതിന്റെ ജൂനിയർ ആയിട്ടുള്ള ഒരുപാട് മത വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, ചമ്മാട് ദാറുൽ ഹുദ, അതുപോലെ തന്നെ കടമേരി റഹ്മാനിയ, എണ്ണിയാൽ തീരാത്ത സ്ഥാപനങ്ങൾ മഹത്തായ സമസ്തയുടെ കീഴിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നു. ഇതൊക്കെയും പ്രവർത്തിക്കുന്നത് അള്ളാന്റെ ദീനിന്റെ നിലനിൽപ്പിനാണ്, മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ കാശുണ്ടാക്കാനുള്ള പരിപാടിയല്ല, മറ്റുള്ളവരുടെ ബാങ്ക് ബാലൻസ് കൂട്ടാനുള്ള പദ്ധതികളല്ലായിരുന്നു. ഇത് നമ്മുടെ ഈമാന് സംരക്ഷിക്കുന്ന കോട്ടകളാണ്, നമ്മുടെ ഈമാന് നിലനിർത്തുന്ന കോട്ടകളാണ്, ഈ സമുദായത്തെ രക്ഷപ്പെടുത്തുന്ന ദീനിന്റെ കോട്ടകളാണ്. അല്ലാഹുവിന്റെ ദീന് ലോകാവസാനം വരെ ഇവിടെ നിലനിന്ന് കിട്ടാൻ ഉള്ളതായ ഏക മാർഗമാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങള്, ഇങ്ങനെയുള്ള ആലിമീങ്ങള്. ഇവരാണല്ലോ ഞങ്ങള് നാളത്തെ നേതൃത്വം. ഈ ആലിമീങ്ങൾ, ഈ മുത്തഅല്ലിമീങ്ങളല്ലേ, ഈ ഇരിക്കുന്ന കുഞ്ഞു പൈതലായ മുത്തഅല്ലിമ, ചെറിയ ചെറിയ മുത്തഅല്ലിമീങ്ങള്. സത്യം പറയട്ടെ, ഞങ്ങളെ കണ്ണിൽ അവർ ചെറിയവരാണെങ്കിലും ഞങ്ങളെ കൽബിന്റെ അകത്ത് അവരെ പറ്റിയുള്ള ചിന്ത, അവർ സാധാരണ പുള്ളന്മാരാണ്, കുഞ്ഞുമക്കളാണ്, ഞങ്ങളെ പോലത്തെ കിടാക്കമേ എന്ന ചിന്തയാണെങ്കിലും സത്യം പറയട്ടെ അങ്ങനെയല്ല. അവർ അല്ലാഹുവിന്റെ ലോകത്ത് മലായികത്തുകളെ പോലും ജിബ്രീൽ പോലും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന വിഭാഗമാണ് ഈ മുത്തഅല്ലിമീങ്ങളെ. ഹബീബുനാ റസൂലുള്ളാഹി ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞങ്ങളെ കണ്ണുകൊണ്ട് കാണുന്ന മലായികത്തുകളാണ് ഭൂമിയിലെ മുതഅല്ലിമീങ്ങള്. ഞങ്ങളെ കണ്ണുകൊണ്ട് കാണുന്ന ഭൂമിയിലെ മലായികത്തുകളാണ് മുതഅല്ലിമീങ്ങള്. അല്ല ഉസ്താദെ, അങ്ങ് ഭയങ്കര കുർത്തക്കേടാക്കിക്കൊണ്ടുള്ളാറ്, അത് ആരാ ആക്കാത്ത? നീയും ആ പ്രായത്തിലാക്കിയിട്ടില്ലേ? അതാക്കുവാറ്. കുഞ്ഞാകുമ്പോ കുട്ടിയാകുമ്പോ അവരവരേതായ സ്വഭാവം ഉണ്ടാവും. മനുഷ്യരല്ലേ? ജിബ്രീൽ ആദരിച്ചാലും മീകായിൽ ആദരിച്ചാലും
ജുനൂദ റബ്ബിക ഇല്ലാ ഹു. അല്ലാഹുവിന്റെ എണ്ണമറ്റ കോടാന കോടി മലായികത്തുകൾ ആദരിക്കുന്ന വിഭാഗമാണെങ്കിലും അവർ മനുഷ്യ മക്കളല്ല. എന്നാൽ ആ കുരുത്തക്കേടും ആ പൊറുതികേടും ആ കളിയും ചിരിയുമെല്ലാം അതൊരു സമയം വരെ മാത്രമാണുമ്മ, ഒരു പ്രായം വരെ മാത്രമാണുപ്പാ. നാളെ അവർ ആരറിയുമോ? ദീനിന്റെ വലിയ നേതൃത്വമാണ്, ഈ സമുദായത്തിന്റെ വലിയ വെളിച്ചമാണ്. അവരെ ഭൂമിയിലതാ നമ്മുടെ നക്ഷത്ര തുല്യവരായ പിന്നെ ദീപങ്ങളാണ്, വലിയ വെളിച്ചങ്ങളാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ചെലവാക്കുന്നെങ്കിൽ അവർക്ക് ചെലവാക്കണോ, കൊടുക്കുന്നെങ്കിൽ അവർക്ക് കൊടുക്കണോ. ഒരിക്കലും അത് നഷ്ടക്കച്ചവടമല്ല, അത് പാഴുവേലയല്ല. അള്ളാന്റെ ലോകത്ത് ഞാനും നിങ്ങളും സദക്ക കൊടുത്താൽ അള്ളാഹു ഏറെ കൂലി തരുന്ന സദക്ക. എല്ലാ സദക്കാക്കും ഒരു കൂലി ഒരേപോലെയുള്ള കൂലിയല്ല, എല്ലാ ദാനധർമ്മം ഒരേ കാറ്റഗറിയല്ല, വ്യത്യസ്തമായ കൂലികളും ദർജകളുമാണ്. എന്നാൽ അള്ളാന്റെ ലോകത്ത് ഞാനും നിങ്ങളും കൊടുത്ത 1 ഉറുപ്പികയായാലും 10 ഉറുപ്പികയായാലും 10,000 ഉറുപ്പികയായാലും അള്ളാന്റെ ലോകത്തുള്ള ഏറെ കൂലി നൽകുന്ന സദക്ക അല്ലാഹുവിന്റെ ദീന് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് കൊടുത്ത സദഖയാണ്. ഹബീബുൽ വറാ റസൂലുള്ളാഹ് കഴിയുമെങ്കിൽ അവരെ സഹായിച്ചോ, കഴിയുമെങ്കിൽ അവരെ പിരിശം വെച്ചോ, കഴിയുമെങ്കിൽ അവരോട് സഹകരിച്ചോ. അവരോട് പക വേണ്ട, അവരോട് വിദ്വേഷം വേണ്ട, അവരെ ചൊറിയാനോ മാന്താനോ നിൽക്കണ്ട. കാരണം അത് തീ കൊള്ളുകൊണ്ട് തലചൊറിയലാണ്. അല്ലെങ്കിലും മറ്റുള്ളവരോടുള്ള പക, മറ്റുള്ളവരോടുള്ള അസൂയ, മറ്റുള്ളവരോടുള്ള വിദ്വേഷം അത് ഞങ്ങളെ കൽബിന്റെ അകത്തുള്ള കാലത്തോളം ഞങ്ങളെ മുഅ്മിനല്ല. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു മുഹമ്മദിന്റെ മോമല്ല, തങ്ങളെ പിരിശപ്പെട്ട സഹാബി, അവിടത്തെ ഖാദിമ നീണ്ട 10 വർഷത്തോളം ബീബി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. ചൊല്ലറു ഉമ്മു സുലൈം, നിങ്ങൾ നട്ടൊട്ടിക്ക് ഉള്ളാറല്ലേ? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുകയാ, പൊന്നാര നബിയേ, ഇതെന്റെ മോനാണ് അനസ്, മറക്കാൻ പറ്റാത്ത കുഞ്ഞ്, അതേ ചെറിയ പൈതല്. പൊന്നാര നബിയെ, നിങ്ങൾക്കുള്ള ഖിദ്മത്ത് ചെയ്യാൻ, നിങ്ങൾക്ക് അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ, അതൊക്കെയും ചെയ്യാൻ നബിയേ എന്റെ മോനെ അവിടെ ഏൽപ്പിക്കുന്നു നബിയേ, നിങ്ങളെ ഏൽപ്പിച്ചു നബിയേ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നബിയോട് പറഞ്ഞു, എന്റെ മോൻ അങ്ങ് സ്വീകരിക്കണം നബിയേ, അങ്ങയുടെ ഖാദിമായി, അങ്ങയുടെ എളിയ സേവകനായി, അങ്ങക്കുള്ള മുഴു സമയ പ്രവർത്തകനായി ഞാനിതാ എന്റെ മോനെ ഏൽപ്പിക്കുകയാണെന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ ഏറ്റെടുക്കുകയാണ്. എന്നിട്ടതാ ഒരവസരം അനസ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നബിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചപ്പോ ഹബീബായ നബിയോട് മഹദി പറയുകയാണ്, പൊന്നാര നബിയേ, എന്റെ കുഞ്ഞിന് വേണ്ടി ദുആരക്കണേ. ഫദുഅല്ലാഹു ലഹു, ഫദുഅല്ലാഹു ലഹു, എന്റെ മോനെ അനസിന് വേണ്ടി ദുആരക്കണേ നബിയേ. ഹബീബായ നബി തങ്ങൾ ദുആറുന്നു, അല്ലാഹുമ്മ ഖദിർ ഫീ മാലിഹി വ വലദിഹി വഅദ്ഖിൽഹുൽ ജന്ന. പടച്ച റബ്ബേ, അനസിന്റെ മുതലിലും മക്കളിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, അനസിന്റെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, അനസിന്റെ സന്താനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. വഅദ്ഖിൽഹുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടത്തണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങൾ ദുആറുന്നു. ആർക്ക്? ആർക്ക്? അനസ് റളിയല്ലാഹു അൻഹുവിന്.
പൊന്നാര നബി തങ്ങളെ ദുആ അല്ലാഹു സ്വീകരിച്ചോ. ചരിത്രം പറയുന്നു മദീന നാട്ടുകാരുടെ ഈത്തപ്പന മരം, മദീന നാട്ടിലുള്ള ഈത്തപ്പന തോട്ടമുള്ളവരുടെ ഈത്തപ്പന തോട്ടത്തിലുള്ള മരം കൊല്ലത്തിലെ ഒരു വട്ടം അതാ ഈത്തപ്പഴം കാണിക്കുമ്പോ അതിൽ ഈത്തപ്പഴം ഉണ്ടാകുമ്പോ അനസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ തോട്ടത്തിൽ ഈത്തപ്പഴം ഉണ്ടാകുന്നത് കൊല്ലത്തിൽ 2 തവണയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നല്ലേ? നിങ്ങൾക്ക് ഭാഷ പ്രശ്നം ഉണ്ടായില്ലല്ലേ? ഇവരെ ഭാഷ തന്നെയല്ലേ ഇതന്നല്ലേ അല്ലേ? ഹബീബായ നബി തങ്ങളെ ദുആക്ക് ഉത്തരം ചെയ്തു. മുത്തുനബി തങ്ങളെ ദുആന്റെ ഇജാബത്ത്, ഹബീബായ നബി തങ്ങളെ ദുആന്റെ ബർക്കത്ത് മദീനക്കാരുടെ മദീന നാട്ടുകാരുടെ മദീന നാട്ടിലുള്ള കർഷകരായ കൃഷിക്കാരായ ആ ഈത്തപ്പന തോട്ടമുള്ള ആൾക്കാരുടെ ഈത്തപ്പന തോട്ടത്തിലുള്ള ഈത്തപ്പന മരങ്ങൾ കൊല്ലത്തിൽ ഒരു വട്ടമാണ് പഴം തരുന്നതെങ്കിൽ, ഈത്തപ്പഴം കഴിക്കുന്നതെങ്കിൽ, അതിൽ ഒരു വട്ടമാണ് ഈത്തപ്പഴം പിടിക്കുന്നതെങ്കിൽ അനസ് തങ്ങളെ ആ ഈത്തപ്പന മരത്തില് അവിടത്തെ കൃഷിത്തോട്ടത്തില് ഈത്തപ്പന തോട്ടത്തില് കൊല്ലത്തില് 2 തവണയാണ് ഈത്തപ്പഴം ഉണ്ടാകുന്നത്. മഹാനുടെ ഈത്തപ്പന മരം കൊല്ലത്തില് 2 തവണ കായ്ക്കുന്നു. നബി തങ്ങളെ ദുആന്റെ ഇജാബത്താണത്. മാത്രമല്ല എത്രയോ മക്കളെ വാപ്പയാണ് അനസ് റളിയല്ലാഹു അൻഹു. ഒരവസരം മഹാനായ അനസ് തങ്ങളെ വിളിച്ചിട്ട് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇൻ ഖദറത അൻ തുസ്ബിഹാ വ തുംസിയാ. അനസ്, നീ എങ്ങാനും എല്ലാ ദിവസവുമായി കഴിഞ്ഞാൽ നിന്റെ കൽബിന്റെ അകത്ത് ഒരാളോടും പക വേണ്ട, അസൂയ വേണ്ട, വിദ്വേഷം വേണ്ട. പ്രത്യേകിച്ചതുപോലെയുള്ള മഹാന്മാരോട്, മുതഅല്ലിമീങ്ങളോട്, ദീനിന്റെ സ്ഥാപനത്തോട്, മഹാന്മാരായ തങ്ങന്മാരോട്, ആലിമീങ്ങളോട്, ദീനിനെ സഹായിക്കുന്ന വലിയ മനസ്സുള്ളവരോട്, വലിയ തൗഫീഖ് നൽകപ്പെട്ടവരോട് നിനക്ക് പക വേണ്ട, അസൂയ വേണ്ട. ലൈസ ഫീ ഖൽബിക ഇശ്ശുൻ ലിഅഹദി. അതേ അനസോ, നിന്റെ കൽബിന്റെ അകത്ത് ഒരാളോടും അത് അസൂയ വേണ്ട, പക വേണ്ട, വിദ്വേഷം വേണ്ട. ഫദാലിക മിൻ സുന്നതി. അത് എന്റെ മാർഗമാണ്, അത് എന്റെ ചര്യയാണ്, അത് എന്റെ സുന്നത്താണ്. ഏത് ഒരാളോടും പക ഉണ്ടാവാൻ പാടില്ല. നിന്റെ കൽബിന്റെ അകത്ത് പക ഉണ്ടാകരുത്. എല്ലാവരെ പറ്റിയും നല്ല സ്നേഹം, നല്ല പിരിശം, നല്ലൊരു സഹകരണ മനോഭാവം, അതാ വേണ്ട. ഞങ്ങളെ കൽബിന്റെ അകത്ത് മറ്റുള്ളവരോട് അസൂയാണോ? അല്ല, പകയാണ്. നമ്മുടെ കൽബിന്റെ അകത്ത് മറ്റുള്ളവരെ കുറിച്ച് അസൂയാണോ, പകയാണോ? വേണ്ട. ഈ നല്ല സ്ഥാപനം ഇത്ര മനോഹരമായ നിലക്ക് ചെറിയ കാലം കൊണ്ട് 6 വർഷത്തിന്റെ കാലയളവേ ഉള്ളൂ ഈ സ്ഥാപനത്തിന്. അങ്ങനെയുള്ള ചെറിയൊരു കാലയളവിന്റെ പ്രവർത്തന ഗോതയിൽ അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ നാടും നഗരവും അറിയപ്പെട്ട സ്ഥാപനമാണ്. കേരളത്തിന്റെ അങ്ങേതലം മുതൽ കർണാടകയുടെ ഇങ്ങേ തലം വരെ അറിയപ്പെട്ട ഉയർന്നു നിൽക്കുന്ന മഹത്തായ ഇസ്സത്തുള്ള സ്ഥാപനമാണ് നമ്മുടെ ഈ സ്ഥാപനം. അല്ലേ? അങ്ങനെയുള്ള സ്ഥാപനമാകുമ്പോ അതിനോട് പക, വിദ്വേഷം, അസൂയ, അത് ഞങ്ങളെ ഹലാക്ക. അതിൽ യാതൊരു ഡൗട്ടും വേണ്ടി ഇത് എന്റെ വകയിൽ പറയല്ല. മഹാനായ അനസ് തങ്ങളോട് നബി തങ്ങൾ ഉപദേശിച്ച ഉപദേശമാ, നിനക്കാരോടും പകയുണ്ടാകരുത്, ഒരാളോടും നിന്റെ കൽബിന്റെ അകത്ത് അസൂയുണ്ടാകരുത്, ഒന്നിനോടും നിനക്ക് വിദ്വേഷം ഉണ്ടാകരുത്. കഴിയുമെങ്കിൽ സഹായിച്ചോ, സഹകരിച്ചോ. ഫദാലിക മിൻ സുന്നതി. അത് എന്റെ സുന്നത്താണ്, അതാണ് എന്റെ ചര്യ, അതാണ് എന്റെ വഴി. അതെ, എന്റെ വഴി ഒരാൾ സ്വീകരിച്ചു പോയാൽ മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്റെ സുന്നത്ത് ഒരാൾ ഇഷ്ടപ്പെട്ടു പോയാൽ, എന്റെ വഴി ഒരാൾ തെരഞ്ഞെടുത്തു പോയാൽ, എന്റെ വഴി ഒരാൾ സ്വീകരിച്ചു പോയാൽ, എന്റെ സുന്നത്ത് ഒരാൾ ഇഷ്ടപ്പെട്ടു പോയാൽ അയാൾ എന്നെ പിരിശം വെച്ചോ. എന്നെ പിരിശം വെച്ചവൻ അവൻ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണ്. ഹബീബുനാ റസൂലുള്ളാഹ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സ്ഥാപനത്തോട് ഏറെ സ്നേഹം, ആ ഒരു ബഹുമാനം, അത് വലിയൊരു കാര്യം. പഴയ ആൾക്കാരുടെ ചരിത്രം വായിച്ചു നോക്കണം നിങ്ങൾ. മഹാനായ ആദർശേരി
മുഹമ്മദ് കുഞ്ഞു മുസ്ലിയ വലിയ മഹാനായിരുന്നു, സൂഫ്യവര്യനായിരുന്നു. ആയിരക്കണക്കിന് മജ്ലിസുകളിൽ നേതൃത്വം നൽകിയ മഹാനാണ്. കേരളക്കര കണ്ട അനുഗ്രഹീതനായ വഅലുകാരനായിരുന്നു, പ്രഭാഷകനായിരുന്നു. സമസ്തയുടെ വലിയ നേതാവായിരുന്നു മഹാനായ ആദർശേരി മുഹമ്മദ് മുസ്ലിയ. മരണപ്പെട്ടു പോയി. അള്ളാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കുക. ആ മഹാനുഭാവൻ ഇതുപോലെ ഒരു നാട്ടിൽ വയലിന് ചെന്നു. വയലിന് പോയിട്ടാകുമ്പോ നാട്ടുകാർ പറഞ്ഞോലോ, ഉസ്താദേ ഞങ്ങളുടെ നാട്ടില് പള്ളിയില്ല, മദ്രസയില്ല, എല്ലാം ചെറുതാണ്, കുട്ടികൾക്ക് പഠിക്കാനുള്ള മദ്രസ ഒന്നും ഇല്ല. അതുകൊണ്ട് ഉസ്താദ് ഒന്ന് ദ്വാരന്നിട്ട് ആൾക്കാരെന്തെങ്കിലും നല്ലോരെന്തെങ്കിലും തരുതെങ്കില് അള്ള കൊടുത്തത് തരാൻ അവർക്ക് അള്ള തൗഫീക്ക് കൊടുത്തിനെങ്കില് ഉസ്താദ് ഒന്ന് മേങ്ങിയിട്ട് തന്നിട്ട് ദ്വാരനെങ്കിൽ നെല്ലുണ്ടായി എന്ന് പറഞ്ഞപ്പോ മഹാനായ ആദർശേരി മുഹമ്മദ് മുസ്ലിയ സൂഫ്യവര്യനായ പണ്ഡിതനായിരുന്നു. കാലം കണ്ട കേരളം കണ്ട ഏറ്റവും വലിയ വയലുകാരനായിരുന്നു. ആ മഹാനുഭാവൻ ആ നാട്ടുകാർക്ക് വേണ്ടി ദുആയിരുന്നു, സഹായിക്കാൻ വേണ്ടി പറഞ്ഞു, ദീനിനെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞു, സ്ഥാപനത്തെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞു, അവിടെയുള്ള പള്ളി മദ്രസകൾക്ക് വേണ്ടത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അവർക്ക് വേണ്ടി ദുആയിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ടതാ കുറച്ചു നേരം കഴിയുമ്പോ ഉസ്താദ് ബക്കറ്റ് കൊടുത്തേക്കുകയാണ് പെണ്ണുങ്ങളെ ഭാഗത്തേക്ക്. ഇത് എഴുതപ്പെട്ട ചരിത്രമാണ്, ഇത് ആധികാരികമായ ചരിത്രമാണ്. വെറുതെ എവിടെന്നോ കേട്ടുകേൾവി പറയുകയല്ല. മഹാനായ ഉസ്താദ് പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കുകയാണ്. അവിടെ നിന്നതാ നല്ലവരായ പെണ്ണുങ്ങള്, നല്ലവളായ ദീനീ ബോധമുള്ള, ഈമാനിക ബോധമുള്ള, അള്ളാന്റെ പേടിയുള്ള, പരലോകത്തെ ചിന്തയുള്ള നല്ലവളായ ഉമ്മമാർ, പെങ്ങന്മാർ ആ ബക്കറ്റിലേക്ക് ആവുന്നത് പോലെ പൈസ ഇട്ട് കൊടുത്തു. ഒരു ഉറുപ്പിക ഇട്ടവരുണ്ട്, ഒരു നാണയം ഇട്ടവരുണ്ട്, ഒരണ ഇട്ടവരുണ്ട്, 10 ഉറുപ്പിക ഇട്ടവരുണ്ട്. അവരവരുടെ ആപത് പോലെ ആ ബക്കറ്റിലേക്ക് സഹായിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ പെണ്ണുങ്ങളെ ഭാഗത്ത് കിട്ടിയതെല്ലാം വാങ്ങിയിട്ട് ഇട്ടവരെല്ലാം ഇട്ടു, കൊടുത്തവരെല്ലാം കൊടുത്തു, ബക്കറ്റിലേക്ക് ഇട്ട് സഹായിച്ചു. അവസാനമതാ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് പോയ ബക്കറ്റ് തിരിച്ചു വന്നു. വന്നിട്ടോടെ മേശപ്പുറത്ത് വെച്ചപ്പോ സാദാത്യങ്ങളുണ്ട്, വലിയവരായ അലിമീങ്ങളുണ്ട്, മഹാനായ സൂഫി വര്യനായ ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ. ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ വലിയ നേതാവായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, വലിയ സൂഫി വര്യനായിരുന്നു, വലിയ വയലുകാരനായിരുന്നു. മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ മഹാനുഭാവന് പറഞ്ഞതുപോലെ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് പോയ ബക്കറ്റ് അവിടെ നിന്ന് കിട്ടിയതായ സമ്പാദ്യങ്ങളുമായി, സ്വതക്കകളുമായി അതാ മേശപ്പുറത്തേക്ക് ആട്ടി പിന്നെ സ്റ്റേജിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്ന് അവിടെ എത്തിയപ്പോ അവിടെയുള്ള മേശപ്പുറത്ത് ആ ബക്കറ്റ് വെക്കുകയാണ്. വെച്ച നേരം സുബ്ഹാനല്ലാഹ്, ബക്കറ്റ് നിറയെ ചോരയാണ്, ബക്കറ്റ് നിറയെ രക്തം. അതിലുള്ള നാണയങ്ങള്, നോട്ട് കഷ്ണങ്ങളെല്ലാം ചോരയിൽ മുങ്ങിട്ടുണ്ട്. ബക്കറ്റിൽ അങ്ങ് ചോര കണ്ടപ്പോ സംഘാടകർ ആകെ ഗാബരിയായി, ബേജാറായി, വിഷമത്തിലായി, വല്ലാണ്ട് പേടിച്ചു പോയി. അവസാനം എന്താണ് ബക്കറ്റിൽ ചോരയെന്നറിയാൻ കൈയിട്ട് നോക്കിയ നേരം സുബ്ഹാനല്ലാഹ്, ബക്കറ്റിന്റെ അകത്തേക്ക് കൈയിട്ടിട്ടൊന്ന് തോണ്ടിയപ്പോ ആ ബക്കറ്റിലതാ ഒരു സ്വർണമുണ്ട്. കാതിന്റെ കമ്മല്, അതല്ലെങ്കിൽ അലിക്കത്തെന്ന് പറയുന്ന സ്വർണം. ആ സ്വർണത്തിന്റെ കൂടെ പറ്റിപ്പിടിച്ചിട്ട് ഒരു കഷ്ണം ഇറച്ചുമുണ്ട്, അതായത് കാതിന്റെ കഷ്ണവുമുണ്ട്. മനസ്സിലായല്ലേ? തിരിഞ്ഞിട്ടേ നിങ്ങൊരു -ഡിഗ്രിയിൽ തലാട്ടറു മുത്താലിമീങ്ങല്ല, നാടന്മാർ നന്നും തലാട്ടണ്ട. നിങ്ങൾ തിരിഞ്ഞെങ്കും തിരിഞ്ഞില്ലെങ്കിൽ നണ്ടൊട്ടിക്ക് വേണോ? നിങ്ങ ഇങ്ങനെ വായുമ്പോൾ നയിച്ചെങ്കിൽ ജണ്ടി മിസ്റ്റ് കൊണ്ട് ഒന്ന് ചൊന്നു നിങ്ങക്ക് തിരിയല്ലേ. ജണ്ടാമതി പാറ്റല്ല നിങ്ങളെ വായിക്കും പൊക്കൂ. അപ്പൊ യെസ് ഓർണോ, നിങ്ങൾ ദമ്മു പിടിച്ചിട്ടൊന്നും നിൽക്കണ്ട ഈ മൂന്നാമത്തെ ദുനിയാവിൽ. എന്തെങ്കിലും ദമ്മു പിടിക്കണോ? ഫ്രീ മൈൻഡിൽ നിൽക്കോ ഇൻഷാ അല്ലാഹ്, നല്ല റാഹത്തില് നണ്ടൊട്ടിക്കമേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് സംഭാവന പിരിക്കാൻ പോയ ബക്കറ്റ് തിരിച്ചു വന്ന് മേശപ്പുറത്ത് വെച്ചപ്പോ അതില് ചോര കണ്ടപ്പോ സംഘാടകർ കൈയിട്ട് നോക്കി. എന്താണിത്? പോയ ബക്കറ്റിൽ ഇങ്ങനെ ചോര വന്നെങ്കിൽ എന്താവും? അങ്ങനെ കൈയിട്ട് നോക്കുമ്പോൾ ആണ് കാണുന്നത് സ്വർണത്തിന്റെ ചെറിയൊരു എന്താ പറയാ അലിക്കത്ത്, ഒരു കമ്മല്, ചെറിയ കമ്മല്. ഇത് ഇന്നല്ല, 10, 30, 40 വർഷങ്ങൾക്ക് മുമ്പത്തെ ചരിത്രമാണ്. ഇത് എഴുതപ്പെട്ട ചരിത്രമാണ്. ഇത് കാലകീലല്ല, ഇത് ഇല്ലാത്ത
കറാമത്ത് പറഞ്ഞിട്ട് ജാക്കി കയറ്റുന്നതല്ല. ഇപ്പൊ കറാമത്തിന്റെ വാൾസിൽ കച്ചവട. യൂട്യൂബ് തുറക്കാൻ കഴിയാൽ, ഓൺലൈൻ യൂട്യൂബ് തുറന്നെങ്കിൽ കറാമത്തിന്റെ മാല. അല്ലേ അല്ലേ? ഞാൻ എല്ലാം നിഷേധിക്കുന്നതല്ലേ, എല്ലാം ആക്ഷേപിച്ചതുമല്ല. യൂട്യൂബ് വേണ്ടാന്നോ ഓൺലൈന് വേണ്ടാന്നോ ക്ലാസ് വേണ്ടാന്നോ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുമില്ല, പറയുന്നുമില്ല. എന്നാൽ ഇപ്പൊ എന്തായാലും അറിഞ്ഞാൽ ഇപ്പൊ കറാമത്ത് തന്നെ ആയിപ്പോയി. സത്യം പറഞ്ഞാൽ കറാമത്തൊന്നും വലിയ കാര്യമൊന്നുമല്ല. അത് അല്ലാഹു തആല മഹാന്മാർക്ക് കൊടുക്കും, അവർ ഇഷ്ടമുണ്ടെങ്കിൽ പ്രകടിപ്പിക്കും. ഇനി മഹാന്മാർ കറാമത്ത് പ്രകടിപ്പിക്കുന്നില്ലേ എങ്കിൽ ആ മഹാനാണ് വലിയ മഹാൻ, കാരമുള്ള മഹാൻ. ഞങ്ങൾ മനസ്സിലാക്കിയതാണ് കറാമത്തുണ്ടെങ്കിൽ ഭയങ്കരമായി. സത്യം പറഞ്ഞാൽ കറാമത്തില്ലാത്ത മഹാന്മാർക്കാണ് ഏറ്റവും വലിയ പവർ. ഹലോ ഉസ്താദ്, അപ്പൊ മുഹിയുദ്ദീൻ ശേഖ് തങ്ങള് കറാമത്ത് കാണിച്ചത് ദീനിന്റെ ഉയർച്ചക്കും ദീനിന്റെ ഇസ്സത്തിനും സമുദായത്തിന്റെ നന്മക്കും നാടിന്റെ നന്മക്കും വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അവരെ സ്വന്തം ലാഭത്തിനൊന്നും അല്ലല്ലോ. കറാമത്തില്ല അല്ലെങ്കിൽ അതില്ല വേണ്ടെന്നൊന്നും വാദമൊന്നും നമുക്കില്ല. ഇന്നിപ്പോ അങ്ങനെയല്ല, ഇന്ന് കറാമത്ത് പോയി എന്തല്ലോ. ഞാനത് ഓരോന്നോരോ നിർത്തിയൊന്നുമില്ല. കുഞ്ഞാന്ന് ഒരു ചങ്ങായി പിന്നെ ഓൺലൈനിൽ പ്രസംഗിക്കുന്ന കാണുന്നു. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ അവരെ ചെറുതാക്കുന്നതുമല്ല. എന്നാലും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല. ജനങ്ങളെ കൂടുതൽ മണ്ടന്മാരാക്കരുത്. അവർക്ക് ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ ഈമാനിന്റെ വർധനവിധ ഒതുകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ ആത്മീയതക്ക് ശമനമുണ്ടാക്കുന്ന നിലക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുക. ഇത് എന്തല്ലോ ബണ്ടൽ കഥ പറയാം. മുന്നൊരു ചങ്ങായി പ്രസംഗിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളെ കയ്യിൽ വാട്സപ്പ് ഫേസ്ബുക്ക് ഒന്നും ഇല്ലേ? നിങ്ങൾ സ്വർഗത്തിലെ ഡൗട്ടേ ഇല്ല. വാട്സപ്പ് ഫേസ്ബുക്കിൽ ചെല്ലണ്ടല്ലേ? ഹലോ സാർ, നിങ്ങളെ പോലത്തെ ഭാഗ്യವಂತರು ಭೂಮಿ ಲೋಕದಲ್ಲಿ ಎಲ್ಲೂ ಸಿಗಲ್ಲ. അള്ളാഹു ഞങ്ങളെ സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ കടത്തി തരട്ടെ. അതിൽ ഒരു ചങ്ങായിന്റെ കറാമത്ത് എന്നറിയോ? ചങ്ങായി കറാമത്തിയല്ല കണ്ട ഉസ്താദ്, അയാൾ അങ്ങനെ ആയിട്ടിരുത്ത് ഇങ്ങനെ ആയിട്ടിരുത്ത് ആയിട്ടിക്കണോ അല്ലാന്ന് ചൊന്നില്ല. ഇത് ഇയാൾ കറാമത്തി ഒന്നും പറഞ്ഞ ഉസ്താദ് വയലിന് പോയിട്ട് വരുമ്പോഴത്തേക്കു, വയൽ കഴിഞ്ഞിട്ട് വരുമ്പോ തിരിച്ചു വാപ്പസ് പോകുമ്പോ റിട്ടേൺ പോകുമ്പോഴത്തേക്കു അയാളെ ഗാഡിയുടെ ടയർ പഞ്ചറായൂല. സ്വാഭാവികല്ലേ, അത് സാധാരണ തന്നെയല്ലേ? ആയിട്ടായ പിന്നെ എന്റെ ഉസ്താദ് പഞ്ചറായ അതേ ടയറുള്ള ഗാഡിയിൽ 8 കിലോമീറ്ററോളം മുന്നൊക്കെ പോയി. അതൊരു കറാമത്ത. ഇപ്പത്തെ ടയറിന്റെ പുതിയ കമ്പനിന്റെ ഇതങ്ങ് തോന്നുന്നുണ്ടാ, ആഡ് പരസ്യം തോന്നുന്നുണ്ടാ, പഞ്ചറായെങ്കിലും 50 കിലോമീറ്റർ ഓടും. അപ്പൊ ആ കണക്കിന് ഗംഗാധരന് എത്ര വില കറാമത്ത് വേണം? കാറിന്റെ കമ്പനിക്കാരൻ ഈനല്ല കറാമത്താക്ക്. ഇത് നിങ്ങൾ ശരിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇത് ഏടുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ കേൾക്കാൻ ഞാൻ പറഞ്ഞുതരാം. സ്റ്റേജ് കെട്ടിയിട്ട് ഒരു മഹത്തായ സ്ഥാപനത്തിന്റെ മുമ്പില് വലിയവരായ സാദാത്യങ്ങളെ നിർത്തിയിട്ട് ദീനിന്റെ കാര്യത്തിലെ കളവ് പറഞ്ഞിട്ടൊന്നും നിങ്ങൾ ചിരിപ്പിക്കുന്നതല്ല. അതിന്റെ ആവശ്യമില്ല, അത് അല്ലാഹ് പൊരുത്തപ്പെടില്ല എന്നറിയാം. പക്ഷെ ഇങ്ങനെ മനുഷ്യന്മാരെ വിഡ്ഢികളാക്കരുത്. കറാമത്തുണ്ട്, മഹാന്മാർക്ക് കറാമത്തുണ്ട്. അള്ളാന്റെ ലോകത്ത് ഏറ്റവും വലിയ കറാമത്ത് നൽകപ്പെട്ട മഹാത്മാക്കളാണ് ഈ ആലിമീങ്ങളായ അഹ്ലുൽ ബൈത്ത്. ഇത് കേവലം ആലിമീങ്ങളല്ലോ, ആലിമല്ലല്ലോ. മുഖസ്തുതി പറയുന്നത് ഇഷ്ടപ്പെടാലെന്നറിയാ. തങ്ങളെ പ്രാകൃതം ഏതായാലും നമുക്ക് മനസ്സിലായതാണ്. എന്നാലും പറയട്ടെ, കേവലം ഒരു ഷൂഷൂ തങ്ങളല്ല. തിരിഞ്ഞിട്ടാ നിങ്ങക്ക് ഊദ്ന തങ്ങല്ല. ഊത് ബർക്കത്തിന് ഊതിക്കോണോ? അതല്ല, ഇത് കാര്യമായ ആലിമന്നെയാ. ജിഫ്രി തങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാലോ. മഹാനായ സൈനുൽ അബിദീൻ തങ്ങള് നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാമായ മഹാനാണ്. എന്റെ മഹല്ലത്തിലും ദീർഘകാലം ഖത്തീബും മുദരിസുമായിരുന്നു. സർവരാലും സർവാദരണീയനായിരുന്നു. ഇന്നും അങ്ങനല്ലേ? ഇവിടെ മാത്രമല്ലല്ലോ തങ്ങൾ അവർക്ക് നേതൃത്വമുള്ളത്. നമ്മുടെ കേരളത്തിന്റെ അങ്ങേതല അല്ലേ, അവിടെയും വല്ല സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നു, എല്ലാ മഹല്ലത്തിന് നേതൃത്വം കൊടുക്കുന്നു, നാടിന്റെ പല ഭാഗങ്ങളിലും. അപ്പൊ അവരൊക്കെയാണ് അള്ളാന്റെ ലോകത്ത് വലിയ മഹാന്മാർ. അള്ളാന്റെ ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങള് ഹറാമ് കറാത്തുകളെ സൂക്ഷിച്ച് ഫർളുകളും സുന്നത്തുകളും ജീവിതത്തിൽ പാലിച്ചു പോകുന്നെങ്കിൽ അയാളാണ് അള്ളാന്റെ ലോകത്ത് ഏറ്റവും വലിയ